ഇതാ ബേബി വീഡിയോ പെട്ടെന്ന് എടുക്കാനുള്ള പ്ലാനിങ്ങിൽ എല്ലാവരെയും കൂട്ടി വന്നായിരുന്നു. എല്ലാവരും ഇവിടെ ഉണ്ട്. ആ പാറു, അപ്പുക്കുട്ടൻ, ഇന്ദുമോൾ ആ മോളിൽ വെറുതെ നിൽക്കാണ് ഒരു പണി. വാവ്, സീസ് ബ്യൂട്ടിഫുൾ. വാ 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 വാ. എല്ലാവരും ആസ് പെർ ഷൂട്ട് പ്രകാരം പ്ലാനിങ് ഒന്നും അധികമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. എടുക്കുക ബേബി വീഡിയോ. ഇനി അല്ലാതെ അങ്ങനെ ഡിലേ ആക്കി പോകണ്ട വെച്ചിട്ട് അങ്ങ് എടുക്കാൻ തുടങ്ങിയാണ്. ഇതാ നമ്മളെ ബേബി വിളിക്കുന്ന മെയിൻ ക്യാരക്ടറാണ് അപ്പുക്കുട്ടൻ എന്ന് എനിക്കറിയാം. എല്ലാവർക്കും അപ്പുക്കുട്ടൻ ഭയങ്കര ഇഷ്ടമാണെന്നും ഞാൻ പ്രതീക്ഷിച്ചു. അപ്പുക്കുട്ടാ, എങ്ങനെയാണ് ഈ ഇങ്ങനെ അഭിനയിക്കുന്നത്? പാറുണ്ട്, പാറു JK, ജസ്റ്റ് കിഡിങ്. ഇന്ന് ആകെ 15-20 മിനിറ്റ് കൊണ്ട് അവൾ ഷൂട്ട് ചെയ്യാൻ. ആ ടൈമിനുള്ളിൽ ഷൂട്ട് ചെയ്ത് തീർക്കണം. കാരണം എന്താ വെച്ചാൽ അപ്പുവിന് ഇന്ന് കളരിയുണ്ട്. അപ്പു കളരിക്കൊക്കെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഷൂട്ട് തീർക്കണം. ഇപ്പോൾ കറൻറ്റ് ലെൻസ് യൂസ് ചെയ്യുന്നത് 35 ആണ്. സോണിൻ്റെ ക്യാമറ കേട്ടോ. DJI മൈക്ക് 1 ആണ് കേട്ടോ കണക്ട് ചെയ്ത്. ബേബി എങ്ങോട്ടായി പോകുന്നേ? മൈൻഡ് ആക്കാതെ നടന്നോണ്ട് നോക്കിട്ടോ. ഓനെ നോക്കേ ബേബി. അപ്പോൾ അതിൻ്റെ ലുക്കിൽ BGM ഉണ്ട് കേട്ടോ. ലുക്ക് മെല്ലെ ഓനെ ലുക്ക് ചെയ്യുക, അപ്പ് ലുക്ക് ചെയ്യുക കേട്ടോ. റെഡി? നടന്നോ? ഇല്ല നടക്കല്ലേ. ഓക്കെ, പറ റെഡി. റോളിംഗ്. ഡയലോഗ്സും കാര്യങ്ങളൊക്കെ സ്പോട്ടിൽ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാറ്. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ഇതൊന്നും വലിയൊരു ബിഗ് ഡീൽ അല്ല. ചിരിക്കടാ, ചിരിക്ക്. ചില സമയങ്ങളിൽ നമ്മൾ ചിരിക്കാനൊക്കെ കാര്യങ്ങളൊക്കെ മറന്നു പോകും മക്കളല്ല. എന്നപ്പോൾ നമ്മൾ അവിടെ ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഒന്ന് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ അവർ ഉഷാറായിട്ട് ചിരിച്ചോണ്ട് തന്നെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ തുടങ്ങി. സ്കൂൾ തുറന്നാൽ മതിയെന്നായിരുന്നു. നടന്നോ, നടക്ക്, പറഞ്ഞു. ബാക്കോട്ട് വാ. ഒന്നുകൂടെ പറഞ്ഞിട്ടോ. ബേബി എവിടെയാ പഠിക്കുന്നത്? ഞാൻ അവിടെ ചേർന്നാലോ എന്ന് ആലോചിക്കാം. അപ്പോൾ ആക്ഷൻ. ആയിട്ടുള്ള സ്റ്റുഡൻ്റ് അല്ലേ? ഓക്കെ, റെഡി, ആക്ഷൻ. ബേബീൻ്റെ തോന്നല ഞാൻ വന്നാൽ പഠിത്തം മുടങ്ങുന്നു. ആക്ഷൻ. ബേബി ആയിട്ട് എന്നെ വെറുപ്പിക്കാതെ നിന്നാൽ മതി. എൻ്റെ പൊന്നു ചോട്ടാപ്പി, ഈ എന്നെ വെറുപ്പിക്കാനും വരണ്ട, എൻ്റെ സ്കൂളിൽ പഠിക്കാനും വരണ്ട, എൻ്റെ അടുത്തൊന്ന് എൻ്റെ പിന്നാലെ നടക്കുന്നത് നിർത്തുമോ? ബേബിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞാനിങ്ങനെ പിന്നാലെ വരുന്നത്. അതെന്താ ബേബി അങ്ങനെ ഒരു വർത്താനോ? ബേബിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞാനിങ്ങനെ പിന്നാലെ വരുന്നതാണ് തല ഇറക്കണം. എല്ലാ വീഡിയോസിലും ഏറ്റവും ബെസ്റ്റും ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് അപ്പൂനെ തലയിളക്കളാണെന്ന് എനിക്ക് ഒരുപാട് അറിയാം. അപ്പോൾ ഇങ്ങനെ തലയിളക്കുമ്പോൾ ഒരു BGM ഒക്കെ കയറുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട്. അതാണ് എൻ്റെ ഒരു മക്കൾസിൻ്റെ അടുത്ത് വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ തീരെ സംസാരിക്കും കാര്യങ്ങളൊന്നും ചെയ്യാതെ നിൽക്കില്ല. അവരിങ്ങനെ കളിച്ചോണ്ട് നോച്ചി കളിച്ചോണ്ട് നിൽക്കും. അവരോട് പറഞ്ഞ് മുമ്പൊരു സൈഡാവും. എന്തൊക്കെ പറഞ്ഞാൽ അവർ നന്നായി അഭിനയിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഗുട്ടൻസ് കേട്ടോ. ഷൂട്ട് ഓൾമോസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ ലൈവ് റെക്കോർഡിംഗ് ആണ് സൗണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പാട്ട് വെച്ചോണ്ട് സൗണ്ട് എടുക്കാൻ പറ്റില്ല. അമ്പലത്തിൽ പാട്ടൊക്കെ വെക്കും. അപ്പോൾ വേറെ എവിടെ നിന്ന് എടുക്കണേ ബാക്കിയുള്ളത്. നമ്മുടെ അപ്പുക്കുട്ടൻ അല്ലോണം അഭിനയിച്ചെന്ന് തോന്നുന്നില്ലേ? ചെറിയൊരു സാധനമാണ് എടുക്കുന്നത്. ചെറുതേ ഉള്ളൂ എന്നൊക്കെ അറിയാം. ബട്ട് എടുക്കുന്ന സാധനം വൃത്തിക്ക് എടുക്കുന്നുണ്ടല്ലേ വാറു? ഞങ്ങൾ എടുക്കുന്ന വീഡിയോ കണ്ട് നാട്ടിലെ പൂച്ചയടക്കം നോക്കി നിന്ന് പോകണത്. പക്ഷെ ഓടുന്ന പൂച്ചയത് കണ്ടോ? ഓടുന്ന പൂച്ചയാണത്. പട്ടികളടക്കം നോക്കി നിന്ന് പോകുന്ന നിമിഷമാണ് ബേബി വീഡിയോ കണ്ട്. ബേബി ഡാൻസ് കളിക്കുമോ? ബേബി ഡാൻസ്. അയ്യോ ഈ ബേബി വീഡിയോക്ക് ഇത്രയ്ക്ക് ഫാൻസാണ് ഞാൻ ആലോചിക്കുന്നത്. ആലോചിക്കുന്ന അയ്യാ. റോളിംഗ്, ആക്ഷൻ. അങ്ങനെയല്ല, ഈ ഇങ്ങോട്ടാണ് നടക്കണ്ട്. പെട്ടെന്ന് വിളിക്കുമ്പോൾ അങ്ങോട്ട് നോക്കട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് അപ്പു നോക്കിയത് ബാക്കോട്ട് അപ്പു. സൈക്കിളോട്ട് വേഗം വാ. എന്ത് പുതിയ പേര്? ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. ചോര കുടിക്കുന്നില്ല, അത് കടിക്കുന്നുണ്ടല്ലേ? മച്ചു, ഇവിടെ അനന്തൊക്കെ ഉണ്ട് കേട്ടോ. പാക്കൻറ്റ് ബേബി വീഡിയോൻ്റെ ഫ്രെയിമിങ് നല്ല ഫ്രെയിമിങ് ആയിന്. ചിലത് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കുമ്പോൾ എനിക്ക് വൃത്തി തോന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് ഒരു വൃത്തി തോന്നില്ല. അതിൻ്റെ വീഡിയോസ് അങ്ങനെയായിട്ട് എനിക്ക് തോന്നുന്നോണ്ടായിരിക്കും. എന്തായാലും എടുത്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ക്ലാസ് തുടങ്ങിയപ്പോൾ ഒരു സമാധാനമുണ്ട്. ഓനപ്പം ഇനി കാണണ്ടല്ലോ. ഓനും ഇനിയിപ്പോൾ ക്ലാസ്സിലൊക്കെ പോയിണ്ടല്ലോ. ഇനിയിപ്പോൾ സമാധാനമായി കുത്തിരിക്കാം. ടീച്ചർ അത് ഓൻ്റെ സൈക്കിളാണല്ലോ കാണുന്നത്. മിക്കവാറും ഇവിടെ ഉണ്ടാവും. ബേബി എങ്ങോട്ടാ അത് പോകുന്നേ? മൈൻഡ് ആക്കാണ്ടേ. ടീച്ചർ അപ്പം ഇവിടെ വന്നിരിക്കേനി. ഞാൻ ഇവിടെ ഇരിക്കുന്ന നീ ഇതുവരെ കണ്ടില്ലേ? ഈ എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കണേ? വേറെ പണിയൊന്നുമില്ലല്ലോ. ഇന്ന് സ്കൂൾ തുടങ്ങിയല്ലേ, ഈ എന്താ സ്കൂളിൽ പോവാത്തെ? ബേബിക്ക് അറിയോ, സ്കൂൾ തുറന്നാൽ സ്കൂളിൽ പോകാൻ ഒരു മടിയാ. വെക്കേഷൻ ആകുമ്പോൾ സ്കൂൾ തുറന്നാൽ മതിയെന്നായിരുന്നു. ബേബി എവിടെയാ പഠിക്കുന്നത്? ഞാൻ അവിടെ ചേർന്നാലോ എന്ന് ആലോചിക്കുക. ചോട്ടാപ്പി, ഞാൻ പഠിക്കുന്നോടത്ത് നിൽക്കുമ്പോൾ നല്ല സമാധാനം കിട്ടുന്നുണ്ട്. ഞാനായിട്ട് വന്നാൽ മുടക്കിയത്. ബേബിന്റെ വിചാരം ഞാൻ വന്നാൽ പഠിത്തം മുടങ്ങുന്നല്ലേ? ഞാൻ ഭയങ്കര ബ്രില്യൻ്റ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റാ. അത് ഒരിക്കലും സംഭവിക്കൂല. ബേബിയായിട്ട് എന്നെ വെറുപ്പിക്കാണെന്നാ മതി. എൻ്റെ പൊന്ന് ചോട്ടാപ്പി, ഞാൻ എന്നെ വെറുപ്പിക്കാൻ വരുന്നില്ല. ഈ ഒരു സ്കൂളിലേക്കായിട്ട് വരും വേണ്ട. കാര്യം കഴിഞ്ഞില്ലേ?
എന്താ ബേബി അങ്ങനെ പറയുന്നത്? എനിക്ക് ബേബിനോടുള്ള പ്രണയം കൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്? എൻ്റെ ഒരു ബേബിയോട് എപ്പോഴും തലയിളക്കലും ഇത് കണ്ട് കണ്ട് ഞാൻ മടുത്ത്. പിന്നെ വേറെന്താ ട്രൈ ചെയ്തൂടെ? ബേബി ഇപ്പം എന്നെ ബേബി വിളിനെ കുറിച്ച് കുറ്റം പറയേക്കോ? ഇതൊക്കെ കുറച്ച് ഓൾഡ് ആയി തുടങ്ങി. ഇനി വേറെ ഏതെങ്കിലും ട്രൈ ചെയ്താലോ? ബേബി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ അത്? ഞാൻ ഈ ബേബിന്ന് വിളിക്കുന്ന ബേബിക്ക് ഇഷ്ടമാകുന്നുണ്ടോ ബേബി? സത്യം പറയട്ടെ, എൻ്റെ ബേബി വിളി കേട്ട് മടുത്ത്. നീ വേറെന്താ ട്രൈ ചെയ്യ്, അല്ലെ ഇത് ഫ്ലോപ്പ് ആവും. എന്നാ ബേബി ഇപ്പം പോയിക്കോ, ഞാൻ പുതിയ പേരുമായിട്ട് വരാം. ഈ പറഞ്ഞിട്ട് വേണല്ലോ ഞാൻ ഇപ്പോൾ പോവാം, അല്ലെങ്കിൽ ഞാൻ പോകാൻ തന്നെ നിൽക്കാം. സ്കൂൾ ഓർക്കുന്ന കാലത്തും പിന്നാലെ തന്നെ ഉണ്ടല്ലോ. സ്വീറ്റി, ഒന്ന് നിന്നേ. എന്താ എൻ്റെ പ്രശ്നോ? നീ ഒരു പുതിയ പേര് കണ്ടെത്താൻ പറഞ്ഞില്ലേ? ഞാൻ പുതിയ പേര് കണ്ടെത്തിയ. എന്ത് പുതിയ പേര്? ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. സ്വീറ്റീന്ന്. അല്ല, നിങ്ങൾ രണ്ടാളും എന്താ അവിടെ നിൽക്കുന്നത്? ഒന്നുമില്ല, ഞാൻ അങ്ങനെ നടന്നു വരുന്ന വഴിക്കാണ് കണ്ടതാ. അതൊന്ന്. ഓ അങ്ങനെയല്ലേ, എന്നാ പോയിക്കോ. നന്ദുപാപ്പന് വരാൻ കണ്ട നേരം ഒന്ന് സ്വീറ്റിന്ന് വിളിച്ച് സെറ്റ് ആക്കുമ്പോഴേ വന്നിട്ടുണ്ട്. അപ്പുക്കുട്ടാ, എന്താ ചങ്ങായി കാര്യം പറ. അല്ലടാ, ശരിക്കും എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അങ്ങനെ കാണാൻ വരുന്നത്? എനിക്ക് വേറെ പണിയൊന്നും കിട്ടില്ലേ? പാപ്പ, ഞാൻ ഇതിലെ കൂടെ സൈക്കിൾ ഓടിച്ചു പോകുമ്പോ ഒന്ന് കണ്ട, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. എന്നാ സൈക്കിൾ ഇരിക്കേ, എന്നോട് ഒന്ന് രണ്ട് കാര്യം ചോദിക്കാണ്ട്. എന്താ കാര്യോ? ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. അല്ല അപ്പുക്കുട്ടാ, ശരിക്കും ഈയും പാറുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പാപ്പനെന്താ അങ്ങനെ വെച്ച്? അല്ല, ഈ പോകുന്നിടത്തൊക്കെ പാറു പോകുന്നിടത്തൊക്കെ ഈ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. നന്ദുപാപ്പ നിർത്തി, ഞാൻ എനിക്കൊരു കാര്യം പറയണം, കൊണ്ട് വാ. എന്ത് കാര്യം? ഒക്കെ ഉണ്ട്. എന്താ അപ്പോ? അതാ നന്ദുപാപ്പൻ എന്തൊരു അമ്പലപ്പറമ്പിലൊക്കെ പോയി നിൽക്കുന്നത്. അതപ്പോ അമ്പലപ്പറമ്പിലൊക്കെ പോയാ നല്ല സദ്യ കിട്ടല്ലോ, അതുകൊണ്ട് പോകുന്നേ. അല്ല നന്ദുപാപ്പന് പെണ്ണുങ്ങളെ വിളിക്കാൻ 101 വഴികളുണ്ട്. നന്ദുപാപ്പന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞല്ലോ. 101 വഴി പോയിട്ട് ഒരു വഴി പോലും അറിയില്ല. വന്നപ്പോഴാണ് എൻ്റെ 101 വഴി.